യാത്രികനാണ് നമുക്ക് വെൽക്കം ചെയ്യാൻ ഹിച്ച് ഹൈക്കിംഗ് നോമാഡ് മഹീനസ്. നമസ്കാരം. ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എന്നെ പറ്റി എന്തൊക്കെ അറിയണോ ചോദിച്ചോളൂ. നല്ല തത്ത പറയുന്ന പറഞ്ഞു. മഹീൻ, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ മഹീൻ യാത്ര ചെയ്തിട്ട് എത്രയൊന്നും നമ്മളാരും എനിക്ക് തോന്നുന്നില്ല യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാ യാത്രയ്ക്കും നമുക്കൊരു പർപ്പസ് കാണും അല്ലേ? ഇയാൾ എന്തായി പറഞ്ഞു വരുന്നത്? ഇപ്പം മഹീന്റെ യാത്രകളുടെ ഒരു കോർ പർപ്പസ് എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. പ്രണയം തോന്നാറുണ്ട്. ഇപ്പൊ ഞാനൊരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നമ്മൾ പുറത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ അവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവനെന്ത് ഭാഗ്യവാനാണ്. ഇത്ര യോഗമുള്ളൊരു മനുഷ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള ആളാണോ? ഒരിക്കലും ഇല്ല. കാരണം പ്രതീക്ഷയും പോയി. ഞാൻ കൂടുതൽ പെൺകുട്ടികളോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. മോനെ നന്നാക്ഷ, നിന്റെ തലയിൽ എഴുതിയ റീഫ്ലറിന്റെ മഷി തീർന്ന എന്റെ പറമ്പിലേക്ക് ഒന്നും അറിയണേ. മഹീൻ, ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. എന്താണ് ഒരിളക്കം? നിന്റെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്, അത് എന്റെ സ്പേസ് അല്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, ഈ സാഹചര്യം ചോദിക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആർ യു വെർജിൻ? ആർ യു വെർജിൻ? സെക്സിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്തുവാ? ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. പിന്നീട് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയാ അനുഭവങ്ങൾ പറയാനാണല്ലോ. കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. എടാ, അത് എന്നോട് പറയണം. ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ 3 പെൺകുട്ടികളുണ്ട്. അതിലൊരു പെൺകുട്ടി തായ്വാനിലുള്ള പെൺകുട്ടി എൻ്റെ കൂടെ യാത്ര വരുന്നതിന് മുമ്പ് ഞാനൊരു നീണ്ട ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ സാർ മുട്ട, ഹോർലിക്സ്, ചിക്കൻ. അപ്പം ആ ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകൾ. സെക്ഷൽ റിലേഷൻഷിപ്പ് എൻ്റെ കൂടെ പുലർത്താൻ പറ്റില്ല എന്ന് ഞാൻ എന്താ പറയുക വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി അതിന് ഓക്കെ പറഞ്ഞിട്ട് മാത്രമാണ് എൻ്റെ കൂടെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്. സാറൊരു മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ഇവന്റെ പറച്ചിലും പ്രവൃത്തിയും തമ്മിലൊരു ബന്ധമില്ലല്ലോ.